എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങയുടെ അച്ചാറാണ്. അപ്പോൾ മത്തങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മത്തങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മത്തങ്ങയ്ക്ക് വിലക്കുറവായതുകൊണ്ട് മാങ്ങ ഇടുന്നതിലും എളുപ്പം മത്തങ്ങ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. നമുക്കിതിലോട്ട് വേണ്ടത് വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, പച്ചമുളക് വേണം. സാധാ അച്ചാറിന് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്കിതിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇവയൊക്കെ വെച്ചിട്ട് മത്തങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരണം. എണ്ണയാണ് എല്ലാവരും അച്ചാറിന് ഉപയോഗിക്കാറ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നീട് അതിലേക്ക് ഞാൻ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഇഞ്ചിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇഞ്ചി ഞാൻ അധികം എടുക്കാറില്ല, ചെറിയൊരു പീസാണ് ഞാൻ ഇഞ്ചി ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഇഞ്ചി ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിൽ ഒരു കഷ്ണം ഇഞ്ചിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് പോലെ നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാൻ കുറച്ച് അച്ചാർ പൊടി ചേർക്കുന്നുണ്ട്. കാരണം ഞാനിതിൽ ഉലുവയോ കായപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇച്ചിരി അച്ചാർ പൊടി ചേർക്കുന്നുണ്ട്. അത് ആവശ്യത്തിന് മാത്രം, ക്വാണ്ടിറ്റി എത്രയാണെന്ന് നോക്കിയിട്ട് മാത്രം അച്ചാർ പൊടി ചേർക്കാവുന്നതാണ്. പൊടികൾ ഇടുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം പൊടികൾ ഇടുക. അല്ലെങ്കിൽ പൊടികൾ മൂത്ത് പോകാനായിട്ട് കാരണമാകും. അതുകൊണ്ട് എപ്പോഴും പൊടികൾ ഇടുമ്പോൾ അതേത് കറിയായാലും ഇടുമ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം പൊടികൾ ഇടുക. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ അച്ചാർ പൊടി ഇട്ടിട്ടുണ്ട് എന്ന് വിചാരിച്ച് കായപ്പൊടി ഇടാതിരിക്കുകയൊന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ കായപ്പൊടി ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അച്ചാറിന് എപ്പോഴും കുറച്ച് ഉപ്പ് കൂടുതൽ നിൽക്കണമല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ വിനാഗിരി ഒന്ന് തിളപ്പിക്കണം. കാരണം ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. വിനാഗിരി ഇങ്ങനെ തിളപ്പിക്കാതെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, തിളപ്പിച്ചും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയത് തിളപ്പിച്ചതിന് ശേഷം മാങ്ങയായാലും നാരങ്ങയായാലും നമ്മൾ എന്ത് അച്ചാറിടുമ്പോഴും കുറച്ച് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് അച്ചാറിട്ട് നോക്കും. നല്ലൊരു ടേസ്റ്റാണ്. ഇതൊക്കെ ഒരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും അതനുസരിച്ച് റെസിപ്പീസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ വിനാഗിരിയൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ച മത്തങ്ങ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മത്തങ്ങ അധികം വേവാൻ നിൽക്കണ്ട. മത്തങ്ങ ഒന്ന് ചൂടായി കുറച്ച് ഒന്ന് ഇതാകുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. കാരണം മത്തങ്ങ അങ്ങനെ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് മാങ്ങ പോലെ ഒന്ന് കടിച്ചിതാവാൻ വേണ്ടിയിട്ട് അധികം വേവിക്കേണ്ട, കുറച്ച് വേവിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മത്തങ്ങ ഒന്ന് ചൂടാവുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് അച്ചാർ ഉണ്ടാക്കി തന്നെ അപ്പം തന്നെ സെർവ് ചെയ്യാണ്ട് പിന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നാളെ നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ രീതിയിൽ നമുക്ക് അച്ചാർ സെർവ് ചെയ്യാവുന്നതാണ്. ഇനി അച്ചാർ എപ്പോഴും കുപ്പിയിലോട്ട് മാറ്റുമ്പോൾ കുറച്ച് നേരം കുറച്ച് ആവിയിൽ ആ പാത്രത്തിൽ തന്നെ ഇരിക്കുന്നതാണ്. പിറ്റേ ദിവസമോ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ശേഷം മാത്രം കുപ്പിയിലോട്ട് ആക്കാവുന്നതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന്
പൂത്തുപോകാൻ കാരണമാവുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.